സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, പ്രതികൂലങ്ങളും ദുസ്സഹങ്ങളായ സാഹചര്യങ്ങളും ഞങ്ങളെ ചൂഴ്ന്നു നിൽക്കുമ്പോൾ ഞങ്ങളായിരിക്കുന്ന ഇടത്തിൽ തന്നെ ആത്മാവിൽ അങ്ങേ ആരാധിപ്പാൻ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ദൈവാലയത്തിലും വലിയവനായ നാഥ, അങ്ങയുടെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ സാമീപ്യം നൽകുമാറാകണമേ. വാസ്തവമായി അങ്ങേ അറിയുവാൻ ഞങ്ങളെ കേൾക്കുന്ന തിരുസന്നിധിയിൽ ഞങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ, ഏകാഗ്രതയോടുകൂടെ ഒരാരാധന സമർപ്പിക്കാൻ, അങ്ങയെ കേൾക്കുവാൻ, അവിടുത്തെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ അവിടുന്ന് ഈ സന്ദർഭം ഞങ്ങൾക്കായി ഒരുക്കിയല്ലോ. പ്രത്യേകാൽ ഇന്നത്തെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ മഹത്വം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉണർത്തണമേ. പരിശുദ്ധ പിതാവിൻ്റെ തിരുസന്നിധിയിൽ വിനയമുള്ളവരായി അങ്ങേ മഹത്വപ്പെടുത്തുവാനും സമർപ്പണത്തോടെ ജീവിക്കാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 18-ാമത്തെ ഗീതം പാടാം. ഗീതം 18. നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനയ്ക്കായിട്ട് സ്തുതിലിത്താനികൾ 1-ാം ഭാഗം, 3-ാമത്തെ പുറത്തിലുള്ള 1-ാം ഭാഗം സ്തുതിലിത്താനികൾ നമുക്ക് ഉപയോഗിക്കാം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്കു തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകൾ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്ക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും?
ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടക്കാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാകുന്ന മനസ്സ് നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നു, അതിനപ്പ ഞാൻ സ്വർഗ്ഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റു പറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റ് പറയാം. ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ശോധന ചെയ്യുന്ന പരിശുദ്ധ നിമിഷങ്ങളാകുന്നു ഇത്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് അരുളി ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ എത്രയോ കളങ്കം നമുക്കുണ്ട്. അറിഞ്ഞും അറിയാതെയും അപരാധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചു, നമ്മൾ ചിന്തിച്ചു. അവയെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകുന്ന പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധമായ സന്നിധിയിൽ അനുതാപത്തോടെ നമുക്ക് ഏറ്റു പറയാം. അനുതാപത്തിൻ്റെ വാക്കുകളുമായി, അനുതാപത്തിൻ്റെ കണ്ണുനീരുമായി നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നവരെ ആരും അവിടുന്ന് വെറുതെ വിട്ടിട്ടില്ല. പാപക്ഷമയും ദൈവകൃപയും കർത്താവ് നൽകുന്നു. ആ ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരാം. നമ്മുടെ കുറവുകളെല്ലാം സ്വയം ശോധന ചെയ്ത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കാം. പൊതുവായ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതിനായി ആരാധനക്രമം 9-ാം പുറത്തിൽ തുടങ്ങുന്ന അനുതാപ പ്രാർത്ഥന വളരെ ആത്മാർത്ഥതയോടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിനു തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മുടെ അകറ്റിയിരിക്കുന്നു. സർവശക്തനും മഹാകാരുണ്യവാനുമായ നമ്മുടെ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും
പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നന്മകൾ എത്ര വലുതാണ്. കർത്താവിനെ രുചിച്ചറിഞ്ഞ നമുക്കേവർക്കും ഉത്തമ ബോധ്യമുണ്ട്. ഈ ലോകജീവിത യാത്ര ദൈവത്തിൻ്റെ കൃപയാണ് എന്നുള്ളത്. അവിടുത്തെ കൃപയാലാണ് നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളം തുറന്ന് നാം അനുഭവിക്കുന്ന എല്ലാ ഭൗതിക ആത്മീക നന്മകളെ പ്രതി ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. നമ്മുടെ അധരങ്ങൾ തുറന്ന് സ്തോത്രയാഗം എന്ന അധരഫലം നമുക്ക് അർപ്പിക്കാം. യേശുവേ നന്ദി, അങ്ങ് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദി അപ്പാ. അടിയൻ്റെ ജീവിതത്തിനായി, ജീവിത നന്മകൾക്കായി, കുടുംബത്തിനായി, ബന്ധങ്ങൾക്കായി, തലമുറകൾക്കായി, ഭൗതിക നന്മകൾക്കായി, തൊഴിൽ മേഖലകൾക്കായി, ഇങ്ങനെ നാം അനുഭവിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ പൊതുവായ കാര്യങ്ങളിൽ നാം അനുഭവിക്കുന്ന സകല നന്മകളെയും ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ആരാധനക്രമം 14-ാമത്തെ പുറത്തിലെ പൊതുവായ സ്തോത്രം പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങു നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങേ സേവിക്കുന്നതിന് ഞങ്ങൾ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ദൈവനാമഹത്വത്തിനായി 122-ാമത്തെ പാട്ട് നമുക്ക് പാടാം. 122.
ആരാധനക്രമം 20-ാം പുറത്തിലെ 10 കൽപ്പനകൾ നമുക്ക് ചേർന്ന് പറയാം. ആരാധനക്രമം 20-ാം പുറം. നമ്മുടെ ദൈവമായ കർത്താവ് പണ്ട് തൻ്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്ത് പറഞ്ഞതെന്നാൽ, യഹോവയായി ഞാൻ നിൻ്റെ ദൈവമാകുന്നു, എൻ്റെ മുമ്പാകെ അന്യദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്, നിനക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയെങ്കിലും സേവിക്കുകയെങ്കിലും അരുത്, നീ നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക, എന്നാൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, നിൻ്റെ പിതാവിനെയും നിൻ്റെ മാതാവിനെയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ലൂക്കോസ് അധ്യായം 10, ആദ്യത്തെ 16 തിരുവെഴുത്തുകൾ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറയുവിൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുവിൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടങ്ങേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറവിൻ. ആ പട്ടണത്തേക്കാൾ സൊദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസീനെ, നിനക്കയ്യോ കഷ്ടം! ബത്സയിദേ, നിനക്കയ്യോ കഷ്ടം! നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടുതന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നുവോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഈ തിരുവചനങ്ങൾ നമുക്കനുഗ്രഹമായി ഭവിക്കട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ആരാധനക്രമം 22-ാം പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും
വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കേണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഹല്ലേലൂയ. സ്തോത്രപ്പ, സ്തുതിക്കുന്നപ്പ നന്ദിയോടെ അങ്ങേ സ്തോത്രം ചെയ്യുന്നപ്പ. സ്വർഗ്ഗലോടെ സിംഹാസനം, ഭൂമി ഞങ്ങളുടെ പാദപ്പെടാൻ കർത്താവേ. ഈ വർഷത്തിൽ കർത്താവേ, 2020 കർത്താവേ, ഈ 10-ാം മാസം ആദ്യത്തെ ദിവസം കർത്താവേ, അപ്പൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെ അപ്പൻ്റെ കരങ്ങളിൽ തരുന്ന കർത്താവേ. യേശുപ്പ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നപ്പ. ഇതുവരെ ഞങ്ങളെ കാത്ത് പരിപാലിച്ചതിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. സ്തോത്രപ്പ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, താങ്കൾ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് താങ്കളുടെ ദുർമാർഗങ്ങളെ വിട്ടു തീരുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവിടെ പാവം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം തരുന്ന യഹോവായ ദൈവം പറഞ്ഞല്ലപ്പം. അടികളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നപ്പ. അടികളെ കുറവോ കുടുംബത്തിലെ കുറവോ കണക്കിടക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ പ്രാർത്ഥന ആരൊക്കെ ശ്രദ്ധിക്കുന്ന കർത്താവേ, അവർക്കൊക്കെ സൗഖ്യം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളെ സഭയിലെ അച്ഛനെയും കുടുംബത്തെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ. ആ കൊച്ചു കുടുംബ ആത്മീയമായി ഭൗതികമായി ഉയർത്തനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അച്ഛനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേകവരെ കർത്താവേ വചനം പറഞ്ഞ കർത്താവേ, തീയിൽ നിന്നും കർത്താവെ എടുത്ത് ഉപയോഗിക്കുന്നതിനായി നന്ദി കൂടെ അങ്ങേ സ്തുതിക്കുന്നപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യേശുവെ കൊച്ചുമോർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. ചെറിയ ചെറിയ ബലഹീനത ഉണ്ട്, അതെല്ലാം മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും മാറ്റി സൗഖ്യമുള്ള മകളായി കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ സ്തോത്രം. കൊച്ചു പൈതലിനോർത്ത് പ്രാർത്ഥിക്കുന്നു. അവളെ പഠിത്തത്തിലെല്ലാം ദൈവത്തിൻ്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഭയിലെ എല്ലാ സംഘടന ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതാ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളെ സഭ ഇത്രത്തോളം അവിടെ നിന്ന് അനുഗ്രഹിച്ചിനാ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യേശുപ്പം, ഞങ്ങളെ സഭയിൽ അനേക വിവാഹപ്രായമായ കുട്ടികളുണ്ട് കർത്താവെ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ എല്ലാ കുട്ടികളെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവെ. അവരെ നിശ്ചയിച്ച സമയത്ത് അനുഗ്രഹപ്പെട്ട കുടുംബജീവിതം കഴിഞ്ഞ് കർത്താവെ അവരെ അനുഗ്രഹിക്കണേ, സന്താന പുഷ്ടിയുള്ളവരായി ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ സ്തോത്രം. ഇനി ഞങ്ങളെ സഭയിൽ അനേക വിവാഹപ്രായമായ കുട്ടികളുണ്ട് കർത്താവെ. അനുഗ്രഹപ്പെട്ട കുടുംബജീവിതം അവർക്ക് കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചവർ സ്തുതി സ്തോത്രം ദൈവത്തിന് പറയാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ സ്തോത്രം. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ഞങ്ങളുടെ സഭയിൽ അനേക കുട്ടികൾ കർത്താവെ പഠിച്ചിട്ട് ഉപജീവന മാർഗമില്ലാതെ ഇരിക്കുന്ന കർത്താവെ. അവർക്ക് അവരെ വിദ്യാഭ്യാസത്തിൻ്റെ അനുസരണമുള്ള കർത്താവെ ഉപജീവന മാർഗം കൊടുത്ത് ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ അനേക രോഗികളുണ്ട് കർത്താവെ. പേരറിഞ്ഞും അറിയാതെ ഉള്ള മക്കളുണ്ട് കർത്താവെ. യേശുവേ സ്തോത്രം. ശാന്തി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ സ്തോത്രപ്പ. നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സരസ്വതി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവളെ ബലഹീനതെല്ലാം പൂർണ്ണമായി മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലിസി എന്ന് പറഞ്ഞ ടീച്ചറിനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവെ. ഈശോദാസിനോർത്ത് സാറിന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന അതാ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ സഭയിലെ മറ്റുള്ള എല്ലാ സഹോദരങ്ങളെയും തരുന്ന കർത്താവെ. അങ്ങ് സൗഖ്യം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നപ്പ. ഞങ്ങളെ സഭയിൽ അനേക കുടുംബങ്ങൾ വിദേശത്തിലായിരിക്കുന്ന ഓരോ മക്കളെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവെ. യേശുപ്പ, അവിടെയായിരിക്കുന്ന സ്ഥാനത്ത് അമേരിക്കയിലായിരിക്കുന്ന കുടുംബമുണ്ട് കർത്താവെ. സിംഗപ്പൂരിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. യേശുവേ സ്തോത്രം. ദുബൈയിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. എല്ലാവരും ഞങ്ങൾ പേര് പറയാതെ എൻ്റെ സ്വർഗ്ഗത്തിൽ ദൈവം അറിയുന്നതിനായി സ്തോത്രം. അവരെ ചിറയും കീഴിലും വഹിച്ചുകൊള്ളേന്ന് പ്രാർത്ഥിക്കുന്ന അതാ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നപ്പം. യേശുവേ യേശുപ്പച്ച, അനേക രോഗികൾ ആസ്പത്രികളിലെ ഭവനങ്ങളിൽ കർത്താവെ മരുന്നില്ലാതെ, ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ ഭാരപ്പെടുന്ന അനേക സഹോദര മക്കളുണ്ട് കർത്താവെ.
അങ്ങ് കരുണയുള്ള പിതാവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് എൻ്റെ ദൈവം അറിഞ്ഞ് അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി 3 ആണിമേൽ കുരിശിക്കപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ പാവങ്ങൾ, ഞങ്ങളുടെ ശാപങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ എല്ലാം വഹിച്ച് അങ്ങ് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിലേക്ക് ഇറങ്ങി സർവശക്തിയോടെ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ഈ ജീവിക്കുന്ന ആ ദൈവത്തോത്തപ്പൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മഹാമാരിയെ ഈ ദേശത്ത് നിന്ന് ഉന്മൂലനാശം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മഹാമാരിയെ എൻ്റെ ദൈവമേ ഉന്മൂലനാശം ചെയ്ത് ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ, ആലയത്തിൽ വന്ന് ആരാധിക്കാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേക വിലാപ ഭവനങ്ങളുണ്ട് കർത്താവെ, അവിടെ എല്ലാം കർത്താവിൻ്റെ കൃപ, സമാധാനം, ശാന്തിയും കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ സ്തോത്രം. ഞങ്ങളെ സഭയിൽ കർത്താവെ LKG തൊട്ട് കർത്താവെ കോളേജ് തരങ്ങൾ പഠിക്കുന്ന എല്ലാ കുട്ടികളും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. അവരുടെ വിദ്യാഭ്യാസങ്ങളെല്ലാം അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യൗവന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യൗവനകാലത്ത് ശ്രേഷ്ഠാവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ ദൈവം കൃപ പകരണമേ, കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവം, നിന്നെ ഞാൻ സഹായിക്കും, നിന്നെ ശക്തീകരിക്കുന്നു അരുളി ചെയ്ത ദൈവമേ. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം പകർന്നപ്പാ ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവെ, ദൈവമേ ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ തക്കവണ്ണം ഓരോ മക്കളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അതാ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രപ്പാ. ഞങ്ങൾ ചുറ്റുപാടുള്ള എല്ലാ കുടുംബത്തിൻ്റെ അപ്പൻ്റെ കരങ്ങൾ തരുന്നപ്പം സരയത്തിൻ്റെ മോളപ്പൻ്റെ കരങ്ങളെ തരുന്ന കർത്താവെ, ദൈവമേ ആ കുട്ടിക്ക് അനുഗ്രഹപ്പെട്ട ഒരു കുടുംബജീവിതം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. അപ്പം 2 മക്കൾക്ക് ആൺകുട്ടികൾക്ക് കർത്താവെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന കർത്താവെ, ഓരോ കുഞ്ഞുങ്ങളെ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. അപ്പം നന്ദിയോടെ അടികൾ വളരെ ബലഹീനതാണ് കർത്താവെ, അടികൾ എത്രത്തോളം അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്നതിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അടികളെ കുടുംബത്തെ അവൻ്റെ കരങ്ങളെ തരുന്നപ്പോൾ ഞങ്ങൾ കർത്താവെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കാൻ തക്കവണ്ണം എൻ്റെ സ്വർഗത്തിലെ ദൈവം വചനപ്രകാരം കീഴ്പ്പെട്ട് ജീവിക്കുവാൻ ദൈവം കൃപ വരണേ പ്രാർത്ഥിക്കുന്നു. സഭയിലെ ചുറ്റുപാടുള്ള എല്ലാ കുടുംബങ്ങളെയും അപ്പൻ്റെ കരങ്ങളിൽ തന്നു അനുഗ്രഹിക്കണേപ്പാ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണേപ്പച്ചാ. ഈ പ്രാർത്ഥന അങ്ങ് ദൈവത്തിന് അപ്പൻ്റെ കൃപ പകരണേ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവെ വിടുതലും ആശ്വാസം പകരണേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ. ഒന്നുകൂടെ ഞങ്ങളുടെ സഭയിലെ എല്ലാ മക്കളെയും തരുന്ന കർത്താവെ, അടികളെ സഹോദരങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവെ. സഹോദര മക്കൾക്ക് കർത്താവെ കൊറോണ ആണെന്ന് പറഞ്ഞ് കർത്താവെ അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ ദൈവമേ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യേശോപ്പച്ച ഒന്നുകൂടെ ഞങ്ങളെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയിലെ എല്ലാ കടങ്ങളും വേഗത്തിലും മാറി ദൈവത്തിന് സ്തുതിയും സ്തോത്രം പറയാനുള്ള കൃപ നൽകണേ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങൾക്ക് ദൈവമേ സ്വതന്ത്രമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം അവിടുന്ന് കൃപ പകരണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ ഒന്നുകൂടെ ഈ ദേശത്തിനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രാഷ്ട്രീയത്തിനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ യേശോപ്പ ഒരു ഭരണം തന്ന ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിർത്തിയിലായിരിക്കുന്ന ഓരോ മക്കളെയും മുദ്രയിട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവെ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞാൻ ഈ സമയത്തിനായി കർത്താവെ വിനുവിനോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ അവൻ അനുഗ്രഹപ്പെട്ട ഒരു കുടുംബജീവിതം ദൈവം കൊടുത്ത് അവൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ലാലിക്ക് ഒരു ഉപജനമാർഗം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ഇഷ്ടപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരിഷ്ട സ്വർഗത്തെ പോലെ ഭൂമിയിലാവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളെ കടക്കാർ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാവകടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടയിൽ നിന്ന് ഞങ്ങളെ വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളല്ലോ. ആമീൻ. ശുദ്ധാത്മനെ എന്നുള്ളത്തെ നിൻ ജ്യോതിസാൽ നിറയ്ക്കുകെ. 63-ാമത്തെ പാട്ട് നമുക്കൊരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നാഥനും കർത്താവുമായുള്ളവേ, ദൈവജനമായി അടിയങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഈ ലോകത്തിൽ സാക്ഷ്യത്തോടെ ജീവിക്കാനുള്ള പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് തന്നിരിക്കുന്നുവല്ലോ. സാക്ഷ്യമുള്ള ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാനും കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം ഈ ലോകത്തിൽ ജീവിക്കാനും യേശുക്രിസ്തുവിലൂടെ ഈ ലോകത്തിൽ ആരംഭിച്ച ദൈവരാജ്യത്തിൻ്റെ വിമോചന ചെയ്തികൾ ഞങ്ങളും തുടരുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്നത്തെ വചനധ്യാനം അനുഗ്രഹമാക്കി തീർക്കണമേ. വാസ്തവമായി അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ തൊടുകയും ചെയ്യണമേ. അതിനായി ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം ഈ ലോകത്ത് പ്രത്യേക ദൗത്യ നിർവഹണത്തിന് നമ്മെ ആക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് സാക്ഷ്യത്തോടെ ജീവിക്കേണ്ടത് അഥവാ സാക്ഷികളാകേണ്ടത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പരമമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ കൂടാതെ വേറെ 70 പേരെ കൂടെ താൻ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന സുവിശേഷ ദൗത്യത്തിനായി പറഞ്ഞയച്ചു. അങ്ങനെ 70 പേരെ ക്രിസ്തു തിരഞ്ഞെടുത്ത് പലയിടങ്ങളിലായി അവരെ പറഞ്ഞയച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം ആദ്യത്തെ 6 തിരുവചനങ്ങളിൽ യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ വിളിച്ച് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അവരെ നിയോഗിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 12 എന്നുള്ളത് ഒരു പ്രത്യേക കോർ ഗ്രൂപ്പാണ്. യേശുക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യഗണം. എന്നാൽ വിറ്റ്നസ്സിങ് അഥവാ സാക്ഷികളാവുക എന്നുള്ളത് ഈ 12 പേരുടെ മാത്രം നിയോഗമല്ല, ഉത്തരവാദിത്തമല്ല. അത് എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാൻ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 പേരെ കൂടാതെ അനേകരെ ക്രിസ്തുവിനോടൊപ്പം കൂട്ടി. അതിൽ സ്ത്രീകളുണ്ടായിരുന്നു, മറ്റു പലരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവജനം എന്ന രീതിയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൗത്യ നിർവഹണത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും പുരോഹിതന്മാർക്ക് മാത്രം പരിമിതപ്പെട്ടതല്ല. അത് സഭയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടേത് മാത്രമല്ല, എല്ലാവരുടേതുമാണ്. സാക്ഷ്യത്തോടെ ജീവിക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ തിരുവചന ധ്യാനത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ലൂക്കോസ് 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ് അതിനുപോദ്ബലകമായി തിരഞ്ഞെടുത്തത്. ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1, ക്രൈസ്തവരായ നമുക്കെല്ലാവർക്കും സവിശേഷമായ ഒരു ദൗത്യബോധം അനിവാര്യമാണ്. ഒരു ദൗത്യബോധം അനിവാര്യമാണ്. സാധാരണ പറയാറുണ്ട്, എവരി ക്രിസ്ത്യൻ ഈസ് എ മിഷണറി. ഏതൊരു ക്രൈസ്തവനും ഒരു മിഷണറിയാണ്. ഒരു പക്ഷേ ഭാരത സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ പരിഭവം വേണ്ട. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി പ്രയത്നിക്കാനും അധ്വാനിക്കാനും സാക്ഷികളായി മാറാനും ഒരു വിളിയും തെരഞ്ഞെടുപ്പും എല്ലാവർക്കുമുണ്ട്. എമിൽ ബ്രണ്ണർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞതെങ്ങനെയാണ്: ദ ചർച്ച് എക്സിസ്റ്റ് ബൈ മിഷൻ ആസ് ഫയർ എക്സിസ്റ്റ് ബൈ ബേണിംഗ്. സഭ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ ദൗത്യത്തിലാണ്, അതിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിലാണ്. അതുകൊണ്ട് മിഷൻ ഈസ് നോട്ട് ജസ്റ്റ് എ ഫങ്ഷൻ ഓഫ് ദി ചർച്ച്, ബട്ട് റാദർ ഇറ്റ് ഈസ് ദ വെരി നേച്ചർ ഓഫ് ദി ചർച്ച്. മിഷൻ എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രകൃതം തന്നെയാണ്. സഭ എന്നുള്ളത് ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് മിഷൻ പ്രവർത്തനങ്ങളിലൂടെയാണ്. പക്ഷേ ഇങ്ങനൊരു വിചാരമൊക്കെ നമുക്കുണ്ടായിട്ട് വലിയ കാലമൊന്നും ആയില്ല. ആദിമ സഭ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ മിഷനിലൂടെയാണ് വളർന്നതും വ്യാപിച്ചതും. പക്ഷെ പിന്നത്തേതിൽ സഭ ഒരു ഘടനയായി മാറിയപ്പോൾ, അതിനൊരു ഘടനയുടെ സ്വഭാവം വന്നപ്പോൾ പലപ്പോഴും ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയ ഒരുപാട് സന്ദർഭങ്ങൾ സഭയുടെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ
1962 വരെ നമ്മൾ പറഞ്ഞതിങ്ങനെയാണ്: ചർച്ച് ഈസ് ദ പ്രൈമറി ലൊക്കേഷൻ ഓഫ് ഗോഡ്സ് നീഡ്സ്. സഭയാണ് ദൈവീക പ്രവർത്തികളുടെ പ്രഥമ സ്ഥാനം എന്ന് ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായി. രക്ഷ വേണോ, നീ പള്ളിക്കകത്ത് വരണം, സഭയിലേക്ക് വരണം. അത്തരമൊരു പഠിപ്പിക്കൽ ഭയാനകമാം വിധം അപകടം വിതച്ചിരുന്നു. ദൈവാലയമാണ് എല്ലാം എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ പിന്നത്തേതിൽ ഈ ഒരു ദൈവശാസ്ത്ര ചിന്തയ്ക്കും പഠിപ്പിക്കലിനും വ്യത്യാസമുണ്ടായി. അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്, ആരാധനയ്ക്ക് സ്ഥലം പ്രധാനമല്ല. യേശു എന്ന യുഗാന്ത്യോന്മുഖ ദൈവാലയമാണ് അതിൻ്റെ കേന്ദ്രം. അതിനാൽ ആരാധനയുടെ ആത്മാവിനേക്കാൾ അതിൻ്റെ ബാഹ്യ ചമത്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 1962 ശേഷം നമ്മൾ കാര്യങ്ങൾ മാറ്റിപ്പറഞ്ഞു. നമ്മളിങ്ങനെ പറഞ്ഞു: വേൾഡ് ഈസ് ദ ഹൊറൈസൺ ഓഫ് മിഷൻ. ലോകമാണ് ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ചക്രവാളം. അതുകൊണ്ട് പള്ളിക്കകത്ത്, ആരാധനകൾക്കകത്ത്, ആചാരങ്ങൾക്കകത്ത്, ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് തളച്ചിടപ്പെടേണ്ടതല്ല നമ്മുടെ ദൗത്യബോധം. പള്ളിക്ക് പുറത്തോട്ട് നോക്കുക. ദൈവാലയത്തിൻ്റെ ജന്നാലകളും കതകുകളും തുറന്ന് പുറം ലോകത്തേക്ക് നോക്കുക. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തു 70 പേരെ തിരഞ്ഞെടുത്ത് പലയിടങ്ങളിലായി അവരെ പറഞ്ഞയച്ചു. വേദപുസ്തകത്തിൻ്റെ സംഖ്യാശാസ്ത്രപ്രകാരം 70 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ മക്കൾ കുലമായി ഭാഷയായി പിരിഞ്ഞ് 70 ദേശങ്ങളിൽ പാർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 70 എന്നാൽ ഈ ലോകം മുഴുവനും എന്നാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകം 11-18 അധ്യായങ്ങളിൽ മോശയെ സഹായിച്ച 70 നേതാക്കൾ, മോശ ഒരു ഡീസെൻട്രലൈസേഷൻ അഡോപ്റ്റ് ചെയ്തപ്പോൾ ആ ഗോത്രമായി കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മോശ നിയോഗിച്ചത് 70 പേരെയാണ്. മുഴുവൻ ജനത്തെയും ഉൾക്കൊള്ളുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ 70 എന്ന് പറഞ്ഞാൽ വേദപുസ്തക പ്രകാരം സമഗ്രതയുടെ ഒരു സംഖ്യയാണ്. സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും ഇങ്ങനെ സമഗ്രമായ ഒരു സമീപനമുണ്ട്. അതിനൊരു സാർവജനീന സ്വഭാവമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രജുഡിസ്ഡ് ബൗണ്ടറീസ്, മുൻവിധികളോടുകൂടിയ എല്ലാ അതിരുകളെയും അതിജീവിക്കേണ്ടതും അത് തുറക്കപ്പെടേണ്ടതുമാണ് സുവിശേഷ പ്രവർത്തനം. പള്ളിക്കകത്ത് മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല. പലപ്പോഴും നമുക്ക് മുൻവിധികളുണ്ട്, വ്യക്തികളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്. എല്ലാ മുൻവിധികൾക്കും അപ്പുറം എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ പ്രാപ്തമാകേണ്ടതാണ് സുവിശേഷം. വേൾഡ് ഈസ് ദ ഹൊറൈസൺ ഓഫ് മിഷൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സമീപനങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റമുണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോഴും ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട് ദൈവാലയമാണ് എല്ലാത്തിനും എല്ലാം, അതുകൊണ്ട് ദൈവാലയ കേന്ദ്രീകൃതമാണെല്ലാം. പ്രിയമുള്ളവരെ, സുവിശേഷ ദൗത്യം ദൈവാലയ കേന്ദ്രീകൃതമല്ല. ഓഫ് കോഴ്സ് ദൈവാലയത്തിൽ നിന്ന് തുടങ്ങുന്നു, അത് നിഷേധിക്കുന്നില്ല. എസ്കേലിലെ ദർശനം പോലെ ദൈവാലയത്തിൻ്റെ ഉമ്മരിപ്പടയും തുടങ്ങിയ ഒരു വലിയ നദി അത് പടർന്ന് പന്തലിച്ച് സമൂഹം മുഴുവനും ദേശം മുഴുവനും വ്യാപരിക്കുന്നത് പോലെ ദൈവാലയത്തിൽ നിന്ന് തുടങ്ങുന്ന സുവിശേഷ ദൗത്യം ലോകം മുഴുവനും വ്യാപരിക്കേണ്ടതുണ്ട്. മിഷനെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ഒരു 3 ഫ്രേസസ് പറയാറുണ്ട്. അതിങ്ങനെയാണ്: നമ്പർ 1 ഡൈനിങ് ടേബിൾ, നമ്പർ 2 ഡയലോഗ് ടേബിൾ, നമ്പർ 3 ഡിവൈൻ ടേബിൾ. ഇത് ഈ ക്രമത്തിൽ വേണം നമ്മൾ മിഷൻ പ്രവർത്തനങ്ങളെ കാണാൻ. ഒന്നാമതായി ഡൈനിങ് ടേബിൾ, അന്നമില്ലാത്തവൻ അന്നം കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭൗതിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സന്നദ്ധമാകണം. ഈ ലോകത്തിലെ ഭൗതികമായ പ്രശ്നങ്ങളോട് സംവദിക്കുന്നതാകണം ഒന്നാമതായി സുവിശേഷ പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസമില്ലാത്തവന് വിദ്യാഭ്യാസം കൊടുത്തും, അക്ഷരമില്ലാത്തവൻ അക്ഷരം കൊടുത്തും, അന്നമില്ലാത്തവൻ അന്നം കൊടുത്തും ഒക്കെ തുടങ്ങുന്നതാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ മൗലികമായ ഭൗതിക പ്രശ്നങ്ങളോട് പ്രതികരിച്ചിട്ട് വേണം നമ്മൾ ആത്മീക പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ. ഒന്നാമതായി ഡൈനിങ് ടേബിൾ. ദെൻ നമ്പർ 2 ഡയലോഗ് ടേബിൾ. മനുഷ്യൻ്റെ ഭൗതിക
പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രബോധനങ്ങളിലേക്ക് വരാൻ, ഡയലോഗ് ടേബിളിലേക്ക് വരാൻ, ആത്മീകമായ പ്രഭാഷണങ്ങളിലേക്ക് വരാൻ. മൂന്നാമത് ഡിവൈൻ ടേബിൾ, ആരാധനയിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാൻ. ഇത് മൂന്നും ആ ക്രമത്തിൽ നടന്നാൽ മാത്രമേ നമ്മുടെ സാക്ഷ്യത്തിന് പ്രഥമ സ്ഥാനം, നമ്മുടെ സാക്ഷ്യത്തിന് പ്രസക്തിയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാമതായി, നമ്മുടെ സാക്ഷ്യം, ദൈവജനത്തിൻ്റെ സാക്ഷ്യം, അത് പങ്കുചേരാനുള്ള ഒരു ക്ഷണമാണ്. ലൂക്കോസ് 10:2, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരാണ് ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. വി നീഡ് എ പ്രയർഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ ഗോഡ്സ് മിഷൻ. കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. കൊയ്ത്ത്, ഹാർവസ്റ്റ് എന്നിവിടെ പറയുന്നത് ഒരു പോസിബിലിറ്റിയാണ്. കൊയ്ത്തു വളരെയുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ, സാക്ഷ്യത്തിൻ്റെ സാധ്യതകൾ വളരെയുണ്ട്. പക്ഷെ സാക്ഷികൾ ചുരുക്കമാണ്, സാക്ഷികൾ കുറവാണ്. ഇതാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, യേശുക്രിസ്തു ഒരു മിഷണറിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇല്ലേ? തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിൽ അയക്കപ്പെട്ടവനാണല്ലോ മിഷണറി, ലോകത്തിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഒരു മിഷണറിയാണ്. അപ്പം അങ്ങനെയാണ് എങ്കിൽ ക്രിസ്തു തൻ്റെ ദൗത്യം, പിതാവ് നൽകിയ ദൗത്യം ഈ ലോകത്തിൽ പൂർത്തീകരിച്ചതുപോലെ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ രക്ഷണ്യ പദ്ധതിയിൽ ക്രിസ്തു പങ്കുചേർന്നതുപോലെ നാമും ക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണം, പങ്കാളികളാകണം. അങ്ങനെയാണ് നമ്മൾ സാക്ഷികളാകുന്നത്, പങ്കാളികളാകണം. പുതിയൊന്ന് തുടങ്ങുകയല്ല. ക്രിസ്തു തുടങ്ങിവെച്ച കാൽവരിയിൽ തൻ്റെ മരണത്തിലൂടെ, തൻ്റെ പുനരുത്ഥാനത്തിലൂടെ, അപ്പോസ്തോലിക ദൗത്യത്തിലൂടെ ഈ ലോകത്ത് ക്രിസ്തു തുടങ്ങിവെച്ച, ക്രിസ്തു ഏറ്റെടുത്ത പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് നമ്മൾ ഈ ലോകത്ത് ഏറ്റെടുക്കേണ്ടത്. യേശുക്രിസ്തു കുറച്ച് ആത്മാഭിമാനത്തോടെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ക്രിസ്തു പിതാവിനോട് പറയുകയാണ്, ദൈവമേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി മുഴുവനും തികച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് യേശുക്രിസ്തു ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:7, ഞാൻ എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ പുത്രന്മാരെ വിളിച്ചു. എന്തിന്? എൻ്റെ മഹത്വത്തിനായി വിളിച്ചു, എൻ്റെ നാമത്തിൽ അവരെ വിളിച്ചു, എൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ദൈവം തൻ്റെ പുത്രന്മാരെ, നാം ഓരോരുത്തരെയും വിളിച്ചത് കർത്താവിനെ മഹത്വപ്പെടുത്താനാണ്. എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? അത് അധരങ്ങളിലൂടെ മാത്രമല്ല, പിന്നെ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് തന്ന പ്രവർത്തികൾ തികച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു പറയുന്നത് പോലെ നമ്മിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. യേശു തുടങ്ങിവെച്ച പ്രവൃത്തിയിൽ പങ്കുചേരുമ്പോഴാണ് നമ്മൾ സാക്ഷികൾ ആകുന്നത്. പ്രിയമുള്ളവരെ, എഫേസ്യ ലേഖനം 2:10, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സൽപ്രവർത്തികൾക്കായിട്ട് നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് എന്ന് പൗലോസ് വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് മോൾട്ട്മാൻ എന്നൊരു ചിന്തകൻ പറഞ്ഞതിങ്ങനെയാണ്, ജീസസ് ഈസ് ദ കംപ്ലീഷൻ ഓഫ് പ്രൊഫസീസ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് എ പ്രൊഫറ്റിക് മിനിസ്ട്രി ദാറ്റ് കൾമിനേറ്റ്സ് ഇൻ കിങ്ഡം ഓഫ് ഗാഡ്. ജീസസ് ഈസ് ദ കൾമിനേഷൻ ഓഫ് പ്രൊഫസീസ്. യേശുക്രിസ്തു എല്ലാ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ആൻഡ് ദി ബിഗിനിങ് ഓഫ് എ പ്രൊഫറ്റിക് മിനിസ്ട്രി, ഒരു പ്രവാചക ദൗത്യത്തിൻ്റെ തുടക്കവുമാണ്. അതെവിടെയാണ് അവസാനിക്കുന്നത്? ഇറ്റ് കൾമിനേറ്റ്സ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. അത് ദൈവരാജ്യത്തിലാണ് പൂർണ്ണമാകുന്നത്.
എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ ക്രിസ്തു ഈ ലോകത്ത് വന്നത് ഒരു പ്രവാചക ദൗത്യം ആരംഭിക്കാനാണ്. ആ പ്രവാചക ദൗത്യമോ അത് ദൈവരാജ്യത്തിൽ പര്യവസാനിക്കും. അതുകൊണ്ട് ക്രിസ്തു ഏറ്റെടുത്ത ഈ പ്രവാചക ദൗത്യം ഏറ്റെടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അങ്ങനെയാണ് നമ്മൾ സാക്ഷികൾ ആകുന്നത്. 3, അനുരഞ്ജനത്തിൻ്റേതാണ് സാക്ഷ്യം. അനുരഞ്ജനത്തിൻ്റേതാണ് സാക്ഷ്യം. ലൂക്കോസ് 10:3, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എത്ര രസകരമായിട്ട് കർത്താവ് പറയുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് കേൾക്കുമ്പോഴൊരാശങ്കയുണ്ടല്ലേ. നമ്മളെല്ലാവരെയും കർത്താവ് ഈ ലോകത്ത് അയച്ചത് ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാട് കണക്കെയാണ് എന്നാണ് പറയുന്നത്. എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നീതി നിഷേധത്തിൻ്റെ, സത്യധ്വംസനത്തിൻ്റെ രൗദ്രഭാവങ്ങൾ, രൂക്ഷതകൾ ഇതൊക്കെ നിങ്ങൾ കാണും. ഇതൊക്കെ നിങ്ങൾ കാണും. നീതി നിഷേധത്തിൻ്റെ, സത്യധ്വംസനത്തിൻ്റെ മൂല്യങ്ങൾ നിഷേധിക്കുന്ന രൗദ്രഭാവങ്ങൾ, രൂക്ഷതകൾ നിങ്ങൾ കാണും. എന്നാൽ അവിടെയും രമ്യതയോടെ പെരുമാറാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ കർത്താവ് ഇങ്ങനെ പോകുന്നത് ഒടുങ്ങാനാണോ, തീരാനാണോ? ഇങ്ങനെ പോയി ഒടുങ്ങാനാണോ? ഇങ്ങനെ പോയി നശിക്കാനാണോ? അതാണോ സാക്ഷ്യം? അതല്ല. അത് മാത്രമല്ല. പിന്നെ എന്താണ് ഈ ഒരു പ്രസ്താവനയുടെ അർത്ഥം? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ മശിഹായുഗത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിശദീകരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവ് 11:6, ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുലി ആട്ടിൻകുട്ടിയോടൊപ്പം കിടക്കും. എത്ര ശക്തമായൊരു ഭാവനയാണ് പ്രവാചകൻ പറയുന്നത്. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുലി ആട്ടിൻകുട്ടിയോടൊപ്പം കിടക്കും. എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ് നിൻ്റെ മാത്രം രക്ഷയല്ല അവിടെ പ്രധാനം, സമൂഹത്തിൻ്റെ തന്നെ രക്ഷയാണ്. അതാണ് അവിടെ ഭാവനയിൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെ കുഞ്ഞാടുകളെപ്പോലെ ചെന്നായ്ക്കളുടെയും പുലികളുടെയും ഇടയിലേക്ക്, പുലിമടയിലേക്ക് നിങ്ങളെ പറഞ്ഞേക്കുന്നത് എന്തിനാണ്? അവിടെ ഒടുങ്ങാനല്ല. പിന്നെന്താണ്? കുഞ്ഞാടുകൾ പുലിയാകാനുമല്ല. പിന്നെന്താണ് സംഭവിക്കുന്നത്? അവിടെ പുലികൾക്ക് പോലും, ചെന്നായ്ക്കൾക്ക് പോലും രൂപാന്തരം സംഭവിക്കുമാറ് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അനുരഞ്ജനത്തിൻ്റെ തീക്ഷ്ണമായ ഒരനുഭവം അവിടെ ഉണ്ടാകാനാണ്. അതിനുവേണ്ടിയാണ് നിങ്ങളെ ചെന്നായ്ക്കളുടെ അടുക്കിലേക്ക് കുഞ്ഞാട് കണക്കെ നിങ്ങളെ പറഞ്ഞേക്കുന്നത്. ഒടുങ്ങാനല്ല, അനുരഞ്ജനത്തെ ത്വരിതപ്പെടുത്താനാണ്. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് പാർക്കുന്ന, അനുരഞ്ജിതരാകുന്ന ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ വലിയ മാറ്റത്തിൻ്റെ ചാലകങ്ങളാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് കീഴടക്കലിൻ്റേതല്ല സുവിശേഷം. പിന്നെയോ അനുരഞ്ജനത്തിൻ്റെ സൗരഭ്യം പകരുക എന്നുള്ളതാണ്. എഫേസ്യർ 5:11, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളികളാകരുത്. മത്തായി 5:16, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇങ്ങനെയൊക്കെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ വക്താക്കളായി നിങ്ങളെ ഈ ലോകത്തിലേക്ക്, നിങ്ങളുടെ സാന്നിധ്യം ചെന്നായ്ക്കളെ പോലും മാറ്റും. അതാണ് എൻ്റെ അർത്ഥം. സാവധാനതയുടെ, സൗമ്യതയുടെ പ്രതീകമാണ് കുഞ്ഞാട്. ചെന്നായ്ക്കളോ രൗദ്രഭാവങ്ങളാണ് അതിനുള്ളത്, ക്രൂരതയാണ് അതിനുള്ളത്, തിന്മയുടെ ഒരു ഭാവമാണ് അതിനുള്ളത്. പക്ഷേ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെപ്പോലെ നിങ്ങൾ അയക്കുമ്പോൾ മശിഹായുഗത്തെ സങ്കല്പങ്ങൾ പോലെ കുഞ്ഞാടിനെ പോലും അത് മാറ്റിയേക്കാം. നിങ്ങൾ ഒടുങ്ങുകയല്ല, നിങ്ങൾ കുഞ്ഞാടിനെ പോലെ മാറ്റും. അതാണ് ഈ ഭാഗത്ത് ലൂക്കോസ് 10 നമ്മൾ വായിക്കുമ്പോൾ, ഏതെങ്കിലും പട്ടണത്തിലേക്ക് നിങ്ങൾ കയറിപ്പോകുന്നു, അവിടെ നിങ്ങളെ കൈക്കൊണ്ടില്ല എങ്കിൽ പൊടിയും തട്ടിയിട്ട് അവിടെ നിന്ന് വയ്ക്കോ എന്നാണ് കർത്താവ് പറഞ്ഞത്. അവിടെ നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ഉൾക്കൊള്ളുന്നുവെങ്കിലോ നിങ്ങളുടെ അനുഗ്രഹം അവരുടെ മേൽ പകരും. നിങ്ങളുടെ സമാധാനം ആ കുടുംബത്തിലേക്ക് പോകും, ആ ദേശത്തിലേക്ക് പോകും.
അതുകൊണ്ട് പരിവർത്തനത്തിൻ്റെ ചാലകങ്ങളാണ്, അനുരഞ്ജനത്തിൻ്റെ സൗരഭ്യം പകരുന്ന പരിവർത്തനത്തിൻ്റെ ചാലകങ്ങളാണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു മാനേജ്മെൻറ്റ് ഗുരു കുട്ടികൾക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് എടുക്കുകയാണ്. ആ സമയത്ത് അവിടെ കുഞ്ഞുങ്ങൾക്കൊരു എക്സസൈസ് കൊടുത്തു. ആ എക്സസൈസ് എങ്ങനെയാണ്? ഒരു കയ്യിൽ ബലൂണും മറ്റൊരു കയ്യിൽ എല്ലാ കുട്ടികൾക്കും ഒരു കയ്യിൽ ബലൂണും മറ്റൊരു കയ്യിൽ സൂചിയും കൊടുത്തു. എന്നിട്ട് ആ ഗുരു പറഞ്ഞത് എങ്ങനെയാണ്, 10 മിനിറ്റ് ഞാൻ തരും, നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബലൂൺ പൊട്ടാതെ നോക്കിക്കൊള്ളണം. നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബലൂൺ ഒരു കയ്യിൽ സൂചി ഒരു കയ്യിൽ ബലൂൺ, നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബലൂൺ പൊട്ടാതെ നോക്കിക്കൊള്ളണം. അപ്പോൾ കുട്ടികളൊക്കെ എന്ത് ചെയ്തു? നമുക്കെല്ലാവർക്കും അറിയാം, അവർ അടുത്തവൻ്റെ ബലൂൺ ഒറ്റക്കൊത്ത് അടുത്തവൻ്റെ ബലൂൺ കുത്തി പൊട്ടിക്കാൻ നോക്കി. ഇതിങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എല്ലാവരുടെയും കയ്യിൽ, ആഹാരുടെയും കയ്യിൽ ബലൂണില്ല. പിന്നെ എന്തുണ്ട്? എല്ലാവരുടെയും കയ്യിൽ ഒരു സൂചിയുണ്ട്, ബലൂൺ ആരുടെയും കയ്യിലില്ല. അപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ കരത്തിലെ ബലൂൺ പൊട്ടാതെ നോക്കിക്കൊള്ളണം. അടുത്തവൻ്റെ കയ്യിലെ ബലൂൺ കുത്തിപ്പൊട്ടിക്കാൻ പറഞ്ഞോ? ഇല്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ അടുത്തിരിക്കുന്നതിനെ തോൽപ്പിക്കണം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. നമ്മുടെയൊക്കെ തെറ്റതാണ്. എനിക്ക് ജയിക്കാൻ അടുത്തിരിക്കുന്ന തോൽപ്പിക്കണം. പക്ഷേ നിങ്ങളാരും അടുത്തിരിക്കുന്നവൻ്റെ ബലൂൺ കുത്തിപ്പൊട്ടിക്കാതെ നിങ്ങൾ സൗമ്യമായിരുന്നുവെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഈ ബലൂൺ ഭദ്രമായിരുന്നേനെ. എല്ലാവരുടെയും കയ്യിൽ ഈ ബലൂൺ ഭദ്രമായിരുന്നേനെ. എല്ലാവരും ജയിച്ചേനെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടായേനെ. പക്ഷെ ഇപ്പോൾ സംഭവിച്ചു, നിങ്ങൾ ഒരു മത്സരത്തിലേക്ക് പോയി, പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. എൻ്റെ ബലൂൺ എനിക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി അടുത്തവൻ്റെ ബലൂൺ ഞാൻ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചു. എനിക്ക് ജയിക്കാൻ വേണ്ടി അടുത്തവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കൂട്ട മത്സരമായി എല്ലാവരും തോറ്റു. ഇതാണ് സമൂഹത്തിലും ജീവിതത്തിലുമൊക്കെ. നമ്മൾ അടുത്തിരിക്കുന്നവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെയും കൂടെ പരാജയത്തിന് കാരണമാകുമെന്ന് മറക്കണ്ട. അനുരഞ്ജനത്തിൻ്റെ ഭാവങ്ങൾ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. കുഞ്ഞാടും ചെന്നായും കുഞ്ഞാടും പുലിയും ഒക്കെ ഒരുമിച്ച് പാർക്കുന്ന ഒരു നവസമൂഹത്തെ സ്വപ്നം കാണാൻ, ഭാവനയിൽ കാണാൻ, സാധ്യമാക്കാൻ നമ്മൾ ആവോളം ശ്രമിക്കണം. അതാണ് സാക്ഷികളാവുക എന്ന് പറഞ്ഞാൽ. അതാണ് സാക്ഷികളാവുക. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ലോകം ഒരു മത്സരമുഖമാണ്. അവിടെ നീ ജയിക്കണം. അവിടെ നീ ജയിച്ചു കീഴടക്കാൻ മറ്റുള്ളവരെ നീ മറ്റുള്ളവരെ തോൽപ്പിക്കണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിക്കാതെ തന്നെ എനിക്ക് ജയിക്കാൻ പറ്റും. എനിക്ക് ദൈവാനുഗ്രഹത്തോടെ ജീവിക്കാൻ പറ്റും, മറ്റുള്ളവരെ തോൽപ്പിക്കാതെ തന്നെ. അതിന് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അനുരഞ്ജനത്തിൻ്റെ ഭാവങ്ങൾ തിരിച്ചു പിടിക്കുക, അതാണ് സാക്ഷ്യ ജീവിതത്തിൽ പരമപ്രധാനം. ഏറ്റവും ഒടുവിലായി, 4-മതായി, മിഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, സാക്ഷികളാവുക എന്ന് പറഞ്ഞാൽ അതൊരു സാന്നിധ്യത്തിൻ്റെ സൗരഭ്യമാണ്. ഈ മിഷൻ എന്ന ഈ പദം കുറച്ച് കുഴപ്പം പിടിച്ച ഒരു പദമാണ്. കൊളോണിയൽ കാലത്ത് ഈ പദത്തെ ഒരു മിലിറ്ററി പദമായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഇന്ത്യയിൽ ഒരു മിഷൻ ഉണ്ടായിരുന്നു. എന്താണ് മിഷൻ? ഇന്ത്യയെ കീഴടക്കുക, ഇവിടെയുള്ള നല്ല കാര്യങ്ങളെല്ലാം കൊള്ളയടിക്കുക. ഇതായിരുന്നു അവരുടെ മിഷൻ. അപ്പോൾ ഇങ്ങനെ കൊളോണിയൽ കാലത്തൊക്കെ ഈ മിഷൻ എന്ന ഈ പദം ഒരു കോൺക്വസ്റ്റ് മെൻറ്റാലിറ്റി, കീഴടക്കൽ മനോഭാവം ഉൾച്ചേർന്നിരുന്ന ഒരു പദമാണ് അത്. മിഷൻ ഒരു മിലിറ്ററി ടേമായിരുന്നു. അതുകൊണ്ട് ട്രയംഫലിസം, ജയിച്ചടക്കുക എന്നുള്ളത് ഈ മിഷൻ്റെ ഭാഗമായിരുന്നു, ജയിച്ചടക്കുക. പക്ഷേ യേശുവിൻ്റെ മിഷൻ അതല്ല. നിങ്ങൾ ഏതെങ്കിലും വീട്ടിലോ പട്ടണത്തിലോ പോയാൽ അവിടെ സമാധാനം എന്ന് പറയുക. അവർ നിങ്ങളെ സ്വീകരിച്ചാൽ നിങ്ങളുടെ സമാധാനം അവരിലേക്ക് പകരപ്പെടും, അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. കർത്താവ് വളരെ സരസമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ വിളമ്പി വയ്ക്കുന്ന ആഹാരം നിങ്ങൾ സ്വീകരിക്കുക. നോ ഡിമാൻഡ്സ്, നോ കമൻസ്, അവിടെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങൾ സമാധാനത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ സൗഖ്യത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, മിഷൻ ഈസ് ദി കമ്മിറ്റ്മെൻറ്റ് ടു ബി പ്രസൻറ്റ്. മിഷൻ ഈസ് ദി കമ്മിറ്റ്മെൻറ്റ് ടു ബി പ്രസൻറ്റ്. കുറേ കൂടി പറഞ്ഞാൽ മിഷൻ ഈസ് ഷിയർ പ്രസൻസ്. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെയെങ്കിലും സൗഖ്യത്തിൻ്റെ സാന്നിധ്യമാവണം.
സൗഖ്യത്തിൻ്റെ സാന്നിധ്യം. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സഹായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദാര്യമാണോ കൊടുക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഞാൻ നന്നായിരിക്കുന്നുവെങ്കിൽ, എനിക്ക് കുറച്ച് സമ്പത്തുണ്ട് എങ്കിൽ, എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് എങ്കിൽ, എനിക്ക് മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും കുറച്ച് കൂടുതൽ നന്മയുണ്ട് എങ്കിൽ അത് പങ്കുവയ്ക്കാനും കൊടുക്കാനുമുള്ള അവകാശം എനിക്കുണ്ട്. അതിനുള്ള ബാധ്യത എനിക്കുണ്ട്, അതിനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് മറക്കണ്ട. നമ്മളൊരു പാവപ്പെട്ടവന് എന്തെങ്കിലും സഹായം ചെയ്യുന്നുവെങ്കിൽ അത് ഞാൻ കൊടുക്കുന്ന ഔദാര്യമല്ല, അത് അവൻ്റെ അവകാശമാണ്. എന്നിൽ നിന്ന് കിട്ടണമെന്നുള്ളത് അവൻ്റെ അവകാശമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മൾ മിഷൻ ടു ദി ബ്ലൈൻഡ്, മിഷൻ ടു ദ പുവർ എന്നൊക്കെ പറയുന്നത് തെറ്റായൊരു പ്രയോഗമാണ്. പിന്നെ മിഷൻ വിത്ത് ദ പുവർ, മിഷൻ വിത്ത് ദ ബ്ലൈൻഡ്, ഇതാണ് ശരി. അവരോടൊപ്പം ആയിരിക്കുക. മിഷൻ ഈസ് പ്രസൻസ്. മിഷൻ എന്ന് പറഞ്ഞാൽ അത് സാന്നിധ്യമാണ്. അവരോടൊപ്പം ആയിരിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ നക്കാപിച്ച കൊടുക്കുന്ന ഒരു കേസ് കെട്ടല്ല മിഷൻ. അതല്ല മിഷൻ. കുറച്ച് ചാരിറ്റി വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്തൊക്കെയോ അങ്ങ് നന്മ ചെയ്യുന്ന പോലെ എനിക്കുള്ള പണം ഞാനിതാ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നുമല്ല മിഷൻ. അങ്ങ് ആ ഒരു മനോഭാവം മിഷനില്ല. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല. ഈ സമൂഹത്തിൽ കുറേ പാവങ്ങളുണ്ട് എങ്കിൽ അതിവിടെയുള്ള പണക്കാരുടെ പണത്തിൻ്റെ അവകാശികളുടെയാണ് അവർ. അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ കൊടുക്കുന്നത് ഔദാര്യമല്ല. ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ പൂർണ്ണമായി മാറണം. ഭിക്ഷ കൊടുക്കുന്നതല്ല മിഷൻ. ഭിക്ഷ കൊടുക്കുന്നതല്ല മിഷൻ. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൻ്റെ തന്നെ സമഗ്രമായ രൂപാന്തരത്തിന് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരനുഭവത്തിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് മിഷൻ. കഴിവുള്ളവനെയും കഴിവില്ലാത്തവനെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ചിലരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളല്ല മിഷൻ. അതൊന്നും ക്രിസ്തീയ സാക്ഷ്യമല്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. അതെങ്കിലും പഠിക്കണം പ്രിയമുള്ളവരെ. അതാണ് ഇവിടെ പറയുന്ന ഏറ്റവും വസ്തുതയുള്ള ഒരു കാര്യം. അതുകൊണ്ട് ഞാനൊരു സൗഖ്യത്തിൻ്റെ സാന്നിധ്യമാണോ? ഞാനൊരു സമാധാനത്തിൻ്റെ സാന്നിധ്യമാണോ? ഈ ഒരു അനുഭവത്തിൽ നമ്മൾ സാക്ഷ്യത്തെ കാണണം. പ്രിയമുള്ളവരെ, സാക്ഷികളാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സാക്ഷ്യം എവിടെ? ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളാകാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിൽപ്പിൻ ക്രിസ്തയേശുവിനായി എന്നാരംഭിക്കുന്ന 239 പാട്ട് നമുക്ക് ചേർന്ന് പാടാം. 239. Christ,
പ്രാർത്ഥിക്കാം. സകലത്തെയും ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദൈവമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ അനുദിനം ബലപ്പെടുത്തുന്ന സ്നേഹത്തിനായി സ്തോത്രം. ഈ ലോകത്ത് സാക്ഷികളായി ജീവിക്കാനുള്ള വിളിയും നിയോഗവും ഞങ്ങൾക്ക് തന്നുവല്ലോ. ഞങ്ങളെങ്ങനെയാണ് സാക്ഷികളാകേണ്ടത് എന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തുതി. സത്യക്രൈസ്തവരായി സാക്ഷികളായി തീരാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, കുടുംബങ്ങളിൽ, പ്രസ്ഥാനത്തിൽ, സാമൂഹിക വ്യവഹാരങ്ങളിൽ ക്രിസ്തീയ സാക്ഷ്യമേറ്റെടുക്കാൻ ഞങ്ങളെ ഓരോ നാളും ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഇന്ന് വചനകേൾവിയിലൂടെ അവിടുത്തെ വചനം ശ്രവിച്ച എല്ലാ ഉള്ളങ്ങളിലും അവിടുന്ന് ക്രിയ ചെയ്യണമേ. അനുരഞ്ജനത്തിൻ്റെ വാഹകരായി അവിടുത്തെ വേലയിൽ പങ്കാളികളാകാനും ദൗത്യബോധത്തോടെ ജീവിക്കാനും ഞങ്ങളുടെ സാന്നിധ്യം തന്നെ അനേകർക്ക് സമാധാനവും സൗഖ്യവുമായി തീരാനും സഹായം തരണമേ. ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും സമർപ്പിക്കുന്നു. കുടുംബമായി, തലമുറയായി ഞങ്ങളെ കാവൽ ചെയ്യണമേ. ഒരു പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവേ, ഈ പുതിയ മാസം അനുഗ്രഹത്തിൻ്റേതാക്കി തീർക്കണമേ. അവിടുത്തെ കാവൽ കൂടാതെ, അവിടുത്തെ നടത്തിപ്പ് കൂടാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല. ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ അധ്വാനങ്ങൾ, ഞങ്ങളുടെ പ്രയത്നങ്ങൾ, ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലകൾ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണം. പകർച്ചവ്യാധികളോ രോഗദുരിതാദികളോ വീഴ്ചകൾ താഴ്ചകളോ അപകടങ്ങൾ അനർത്ഥങ്ങളോ ഒന്നും തീണ്ടാതെ ദൈവമേ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിച്ച് വഴി നടത്തണമേ എന്നടിയങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടുത്തെ കൃപ ഈ കാലയളവിൽ അധികമായി ഞങ്ങൾക്കാവശ്യമാണ്. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ചും ഞങ്ങളുടെ സഭയിൽ ഓരോ കുടുംബങ്ങൾക്കായിട്ടും ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് കാവൽ ചെയ്യണമേ. സഭയുടെ നന്മയ്ക്ക് വേണ്ടി, തിരുനാമ മഹത്വത്തിന് വേണ്ടി കർത്താവെ നൽകുന്ന കരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ സംഭാവനകൾ നൽകുന്നവർ, കർത്താവെ സ്തോത്രക്കാഴ്ച അർപ്പിക്കുന്നവർ, ഓൺലൈൻ വഴി ദൈവാലയത്തിന് നന്മയ്ക്ക് വേണ്ടി നൽകുന്നവർ, എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം കരങ്ങളാണ് തിരുനാമ മഹത്വത്തിനു വേണ്ടി നൽകുന്നത് എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ, ഗ്രഹിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. തിരുനാമ മഹത്വത്തിനു വേണ്ടി നൽകുന്ന എല്ലാ കരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ഭൗതിക നന്മകൾ ഭദ്രമായി തീരുവാൻ, സാമ്പത്തിക ഭദ്രത ഞങ്ങൾക്കുണ്ടാകുവാൻ, ഞങ്ങളുടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് പരിമിതങ്ങളായ സാഹചര്യങ്ങളാണ് എങ്കിലും ഒരുമയോടെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ ആരാധന സ്വീകരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങളെ പറഞ്ഞയക്കരുതേ. മഹത്വവും പുകഴ്ചയും ആരാധനയും അങ്ങേക്കു തന്നെ. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പിൻ. യഹോവയുടെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ. അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹം പ്രാപിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകനാഥൻ്റെ കൃപ, കാവൽ, അനുഗ്രഹങ്ങൾ നാം എല്ലാവരോടും, നമ്മുടെ കുടുംബങ്ങളോടും, നമ്മുടെ തലമുറകളോടും, നമ്മുടെ ശുശ്രൂഷാ മേഖലകളോടും ഇന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.